RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപക്ഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫുട്ബോൾ ലോകം ഒന്നടങ്കം വേൾഡ് കപ്പിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നാളെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ നടക്കാൻ പോകണം. ഇതൊക്കെ നടക്കുമ്പോഴും ജേർണലിസ്റ്റുകളും അതേപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ ബാഴ്സലോണ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് ആന്റണി ഗോർഡനെ ന്യൂകാസിൽ യുണൈറ്റഡിൽ നിന്ന് ബാഴ്സലോണ ഏകദേശം സൈൻ ചെയ്തു, 80 മില്യൺ സൈൻ ചെയ്തു എന്നുള്ള വാർത്തയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈനിങ് ഇന്നലെ ഫാബ്രിയാസോ റൊമാരോ പോലുള്ള ജേർണലിസ്റ്റുകളൊക്കെ ഫ്ലാഷ് ന്യൂസ് കൊടുത്തപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു ഇതാണ് ബാഴ്സലോണയുടെ ഫൈനൽ ടാർഗറ്റ് എന്ന്. പക്ഷേ ബാഴ്സലോണ ഊലിയൻ ആൽവാരസിന് പിന്നാലെ വെച്ച് പിടിച്ചിരിക്കുക എന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ വരുന്നത്. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഈ ചങ്ങായിനെ സൈൻ ചെയ്യുന്നുള്ളതിൽ അതിന് ഒഫീഷ്യലായിട്ടുള്ള 100 മില്യന്റെ ബിഡ്, ഒരു താരത്തെ ഉൾപ്പെടുത്താതെ 100 മില്യന്റെ ബിഡ് കൊടുക്കാൻ വേണ്ടി ബാഴ്സലോണ റെഡി ആയിരിക്കണം. അത് ഇന്നോ ഇപ്പോൾ അറ്റ് ദ മൂമെന്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് പകല് കൊടുക്കുന്നുള്ള ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാ ലാപ്പോർട്ടിക്ക് എങ്ങാനും ലോട്ടറി അടിച്ചോ? ഇപ്പൊ 180-150 മില്യൺ വേണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവർ രണ്ടുപേരും 100 മില്യണിന് ചിലപ്പോ അവര് റെഡിയായി അറ്റൻഡിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി വരില്ല. എന്താന്ന് പറഞ്ഞാൽ 130-150 മില്യനൊക്കെയാണ് ഊലിയൻ ആൽവാരസിന് വേണ്ടിയിട്ട് അറ്റൻഡിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. 70 മില്യനും പ്ലസ് ഫെറാൻ ടോറസിനെയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒഫീഷ്യൽ ആയിട്ടില്ലാത്ത രീതിക്ക്. എന്തായാലും ഊലിയൻ ആൽവാരസിന് ബാഴ്സലോണയെ കളിക്കണം, അതേപോലെ ക്ലബിൽ നിന്ന് എന്നെ പോകാൻ അനുവദിക്കണം എന്നൊക്കെ ആള് ക്ലബിനെ അറിയിച്ചിട്ടുണ്ട്. ബാഴ്സലോണയും ഊലിയൻ ആൽവാരസിന്റെ ഏജന്റ് ആയിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഊലിയൻ ആൽവാരസിനെ വിടാൻ വേണ്ടിയിട്ട് അറ്റൻഡിക്കാൻ വേണ്ടിയിട്ട് 100-ൽ മുകളിൽ മില്യൺ ചോദിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ? എന്തായാലും ഗോർഡനെ സൈൻ ചെയ്ത് കൂടിയിട്ട് ഇനിയിപ്പോ എന്തായാലും വില്യംസിന്റെ പിന്നാലെ പോയ പോലെ ആവില്ല. അന്ന് കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഇപ്പൊ ലാ ലീഗിൽ നിന്നും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും അതേപോലെ തന്നെ കുറെ വരുമാനങ്ങൾ ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1:1 ഏകദേശം ക്ലിയർ ആയി എന്നുള്ള സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് രണ്ട് ബിഗ് ബിഗ് സൈനിങ്ങൾ നടക്കാൻ ലാപ്പോർട്ടയ്ക്ക് കഴിയുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ന്യൂസുകളൊക്കെ വരുന്നത്. അപ്പോൾ മിക്കവാറും ഊലിയൻ ആൽവാരസിനെയും തൂക്കും വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട്. ചിലപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 150-ലും 130-ലും നിൽക്കില്ല എന്ന് ബാസിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. എന്താ പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 5-6 ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വീണ്ടും പീക്കിലേക്ക് പോണി ചങ്ങായി. ഒരു കാലത്ത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് വെറും 20 മില്യണാണ് ഊലിയൻ ആൽവാരസിനെ ബാഴ്സലോണയ്ക്ക് ഓഫർ ചെയ്ത്. അന്ന് 55 മില്യൺ ഫെറാൻ ടോറസിനെയാണ് ബാഴ്സലോണ സൈൻ ചെയ്തത്. കാരണം ബാഴ്സലോണയ്ക്ക് കുറച്ചുകൂടെ പരിചിതമായ ഒരു മുഖവും അതേപോലെ പരിചിതമായ പ്ലെയറും ഫെറാൻ ടോറസ് ആയിരുന്നു. ലാമാസയിൽ കളിച്ച് ബാഴ്സലോണയ്ക്ക് മുന്നേ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയർ ആയതുകൊണ്ട് ചങ്ങായിനെ ആണ് സൈൻ ചെയ്തത് 55 മില്യൺ കൊടുത്തിട്ട്. വർഷങ്ങൾ 4-5 കഴിയുമ്പോഴേക്കും ബാഴ്സലോണയിൽ നിന്ന് അറ്റ്ലറ്റിക്കോ മഡ്രിഡിൽ വന്നു. അറ്റ്ലറ്റിക്കോ മഡ്രിഡിൽ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് പറ്റിയ സ്ഥലമല്ല ഇത് എന്ന്. ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ ഒന്നും നേടാൻ പറ്റില്ലെന്ന് വരാം. അതിന്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഗ്രീസ്മാൻ. വർഷങ്ങൾ ഒരുപാട് അറ്റ്ലറ്റിക്കോ മഡ്രിഡ് കളിച്ചിട്ട് ഇതുവരെ ഒരു ട്രോഫി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ സീസണിലും ഒരുപാട് മില്യൺസ് പൊടിച്ചിട്ടാണ് അറ്റ്ലറ്റിക്കോ മഡ്രിഡ് ഒരു സ്റ്റാർട്ടിംഗ് ലെവലും അതേപോലെ തന്നെ സൈനികളും ഒരുപാട് സൈനികൾ, ഒരു മിനി അർജന്റീന തന്നെ അവിടെ ഉണ്ട്. എന്നിട്ടും അവർക്കൊരു ഒരു ചാമ്പ്യൻസ് ലീഗോ ഒരു എന്താ പറയുക ഒരു കോപ്പ ഡെൽ റേയിലോ അല്ലെങ്കിൽ ഒരു ലാ ലീഗോ നേടാൻ കഴിഞ്ഞിട്ടില്ല. കോപ്പ ഡെൽ റേയിൽ ഫൈനലിൽ എത്തിയിട്ട് റയൽ സൊസൈഡാഡോണ്ടാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴും സൈനിങ് ബാഴ്സലോണ അതേപോലെ തന്നെ ബെർണാർഡോ സിൽവ, എന്റെ പൊന്നെ, ഈ 3 സൈന്യങ്ങളും കൂടി നടന്നാൽ അടുത്ത പ്രാവശ്യം ലാ ലീഗും കോപ്പ ഡെൽ റേയും സൂപ്പർ എസ്പാനിയോളും മാത്രമല്ല ചാമ്പ്യൻസ് ലീഗും ബാഴ്സലോണ തൂക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഈ ഈ ഒരു ഈ ഒരു അറ്റാക്കിംഗ് ട്രൈ ഉണ്ടല്ലോ, റാഷ്ഫോർഡിനെ നിലനിർത്തോ അതോ ഇനി വിറ്റുകളയൊന്നും അറിയില്ല. പക്ഷെ ഈ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ത്രയം, അത് അറ്റാക്കിംഗ് ത്രയം ഉണ്ടെങ്കിൽ ഏത് ക്ലബും എന്ന് പറയും. അല്ലെങ്കിൽ 2 സീസണായിട്ട് ട്രോഫികളില്ലാണ്ട് റയൽ മാഡ്രിഡ് മുട്ടിലഴിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. അതിന്റെ ഇടയിൽ ഈ ഒരു സൈനിങ് കൂടി ബാഴ്സ, അപ്പോൾ റയൽ മാഡ്രിഡിന് അവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ബാഴ്സ അവിടെ ഗംഭീരമായിട്ട് പിന്നാലെ ചർച്ച പോലും നടക്കാതെ, എന്താ പറയുക, ഇതിനെക്കുറിച്ചൊന്നും ഗോർഡന്റെ കാര്യമൊന്നും ചിത്രത്തിലുണ്ടെന്നില്ലേ. സൈൻ ചെയ്യും, ചിലപ്പോൾ ചെയ്യുമായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ട് ഊലിയൻ ആൽവാരസിനെ കഴിഞ്ഞാൽ. കഴിഞ്ഞ സീസണിൽ ഗോർഡന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആകെ 6 ഗോളും 6ഉം 2ഉം 8 ഗോളാണ് മൊത്തത്തിൽ. 6 ഗോളും 2 അസിസ്റ്റുമാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ചങ്ങായിനെ ബാഴ്സലോണ സൈൻ ചെയ്യുന്നുള്ള ഒരു 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 എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രസ് ചെയ്യാൻ കഴിയുള്ള ഒരു പ്ലെയറാണ്. അതേപോലെ തന്നെ വിങ്ങുകളിലെ വിങ്ങറായിട്ടും കളിക്കാൻ പറ്റും, അതേപോലെ സ്ട്രൈക്കർ റോളിൽ കളിപ്പിക്കാൻ പറ്റുന്നുള്ള ആ ഒരു പോസിറ്റീവാണ്. അങ്ങനെ വരികയാണെങ്കിൽ യമാലും ഗോർഡനും അതേപോലെ തന്നെ ഊലിയൻ ആൽവാരസ് സ്ട്രൈക്കറായിട്ടും നമ്പർ 9 അല്ലെങ്കിൽ നമ്പർ 10, ആ ഒരു 10 ഫാൾ 9 പൊസിഷനിൽ കളിക്കാൻ വേണ്ടി റഫീനിയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ റഫീനിയും വരികയാണ്.
ഡി ജോണും പെഡ്രിയും മിഡ്ഫീൽഡ് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും മറ്റുള്ള ടീമുകൾ ബാഴ്സലോണ തൊടാൻ വേണ്ടിയിട്ട്. ഇതില് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഇപ്പോൾ ആകെ ഒരു കഴിഞ്ഞ സീസണിൽ ആകെ ബാഴ്സലോണ സൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ജോൺ ഗ്രാസിയ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറാണ് 25 മില്യൺ കൊടുത്തിട്ട് എസ്പാനിയോളിൽ നിന്ന് വരുന്നത്. ആ ചങ്ങായി അതിനുള്ള പണിയെടുക്കുന്നുണ്ട്. ഇനി യൂറോപ്പൻ എന്താ പറയുക ചാമ്പ്യൻസ് ലീഗുകളിൽ മാത്രമാണ് ആൾക്ക് ക്ലീൻ ഷീറ്റ് പറ്റാത്തത്. അതെന്താ പറയുക പരിചയസമ്പന്നതയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും ഈ സീസണോട് കൂടിയിട്ട് അതൊക്കെ അതിനൊക്കെ ഒരു ഇതുണ്ടാവും. എന്താ പറഞ്ഞാൽ ഡിഫൻസിനും ഇനി ചിലപ്പോൾ ബാഴ്സലോണ ഒന്നോ രണ്ടോ സൈനികൾ നടത്താൻ ചാൻസുകളുണ്ട്. അപ്പോൾ അതാരൊക്കെയാന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇതാ കണ്ടേ ഇപ്പൊ തന്നെ സസ്പെൻസ് ആയിരുന്നു. ആകെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച് ജൂലിയൻ ആൽവാരസിനെ മാത്രമായിരുന്നു. പക്ഷെ സൈൻ ചെയ്ത് ഫസ്റ്റ് ഗോർഡനാണ്. ന്യൂകാസിൽ യുണൈറ്റഡിൽ നിന്നാണ് ചങ്ങായി വരുന്നത്. അപ്പൊ എന്തായാലും ജൂലിയൻ ആൽവാരസും കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതും വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് തന്നെ സൈൻ ചെയ്യുന്ന ബാഴ്സയ്ക്ക് ഇത്രമാത്രം നിർബന്ധം എന്താ പറഞ്ഞാൽ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിത്രം മാറും. പല ക്ലബ്ബുകളും ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ പല പണികളും തരാൻ ചാൻസ് ഉണ്ട്. അതാണ് റയൽ മാഡ്രിഡ് ഒക്കെ ഇപ്പോ ഇലക്ഷനും അവിടെ കുറച്ച് ആഭ്യന്തര കലഹ പ്രശ്നങ്ങളും ഡ്രസ്സിംഗ് റൂമിലുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും എംബാപ്പെ വേണോ വിനീഷ്യസ് വേണോ എന്നുള്ള അതിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് സൈനിങ് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സലോണ പിന്നെ ഫ്രീ ആയിട്ട് വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെ ബെർണാർഡോ സിൽവയും കൂടി വരികയാണെങ്കിൽ അറ്റാക്കിങ്ങിലേക്ക് ആ ഒരു എന്താണ് യമാല് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടോ അല്ലെങ്കിൽ യമാലിന് റോണി ബാഗ്ദാജി അതേപോലെ തന്നെ എന്റെ പൊന്നെ ആലോചിക്കാൻ വയ്യ. എന്താ പറഞ്ഞാല് കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് ചാമ്പ്യൻസ് ലീഗും അതേപോലെ തന്നെ കൊപ്പ ഡെൽറേയൊക്കെ മിസ്സായത് റഫീനിയും അതേപോലെ തന്നെ യമാലിന്റെ ഒക്കെ പരിക്കുകൾ, അതിന് മുമ്പത്തെ കൊല്ലം നോക്കി കഴിഞ്ഞാൽ കൊണ്ടേയും ബാൽഡയുടെ ഒക്കെ പരിക്കുകൾ, ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരെ ആ ഒരു പൊസിഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരെ ബാഴ്സയിൽ പ്ലേയേഴ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ബാഴ്സലോണ ഈ രണ്ട് സീസണിലും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്ന കടമ്പ കടക്കാൻ വേണ്ടി അത്ര ബുദ്ധിമുട്ടിയത്. ഹാൻസി ഫ്ലിക്കിന് ചെറിയൊരു എന്താ പറയാ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് സാധനം കൊടുത്തിട്ട് ഒരു 10-100 പേർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാൽ പരിപാടി നടക്കുമോ? അയാൾ എന്നിട്ടും ആ 10-100 പേരെ എന്താ പറയുക ആരാധകരെ എന്താ പറയുക സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സീസൺ പോയി കഴിഞ്ഞാൽ ഈ സീസണിൽ ഡബിളും അടിച്ചു, കഴിഞ്ഞ സീസണിൽ ഡൊമസ്റ്റിക് ട്രിപ്പിളും അടിച്ചിട്ടുണ്ട്. അപ്പോ കാത്തിരിക്കാം, കാത്തിരുന്ന് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോ എന്തായാലും ട്രാൻസ്ഫർ വിൻഡോയിൽ പറഞ്ഞാൽ ബാഴ്സലോണ എന്താ പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും മുന്നേ ഗ്രേസ്മാന് വേണ്ടിയിട്ട് ഒരുപാട് 120 മില്യണോളം ചെലവാക്കി, 128 മില്യൺ, അതുപോലെ ഡെമ്പലയ്ക്ക് വേണ്ടി 140 മില്യണോളം ചെലവാക്കിയിട്ടുണ്ട്. കുട്ടീനിയോ ഇതൊക്കെ വമ്പൻ ഫ്ലോപ്പുകളായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ജൂലിയൻ ആൽവാരസ് ഒരിക്കലും അങ്ങനെ ആവില്ല എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്താ പറഞ്ഞാൽ ആൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാരനാണ്. സ്ട്രൈക്കർ റോളിൽ മാത്രമൊന്നുമല്ല, ആള് എന്താ പറയാ ബാഴ്സയ്ക്ക് പറ്റിയ ചങ്ങായാണ്. ഇത് വിട്ട് കളഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരു ചാൻസ് കിട്ടിയെന്നില്ല. എന്തായാലും എൻ്റെ ഒരു മനസ്സ് പറയുന്നുണ്ട് എന്തായാലും ജൂലിയൻ ആൽവാരസ് ബാഴ്സയുടെ ജേഴ്സിയിൽ അടുത്ത സീസണിൽ ഉണ്ടാവും. അത് നാളെയോ മറ്റന്നാളായിട്ട് സ്ഥിരീകരിക്കുന്ന വാർത്തയായിരിക്കും. ഗോർഡന്റെ ഇപ്പൊ മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ന്യൂസുകളൊക്കെയാണ് ചിലപ്പോൾ നാളെ മറ്റന്നാളായിട്ട് പ്രസന്റ് ചെയ്യായിരിക്കും. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. പുതിയൊരു ബാഴ്സലോണയും അതേപോലെ തന്നെ അടുത്ത സീസണിൽ ലാ ലീഗും കോപ്പ ഡെൽ റേയും സൂപ്പർ എസ്പാനിയോളും എൽ ക്ലാസിക്കോളും വിജയിച്ച് ചാമ്പ്യൻസ് ലീഗും കൊല്ലായില്ലേ അതും തൂക്കിയിട്ട് ഹാൻസി ഫ്ലിക്ക് ഇവിടെ നിന്ന് ഒരു കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നുണ്ട് 2028 കഴിഞ്ഞ് 30 കഴിഞ്ഞ് ഒരു 32 വരെയൊക്കെ. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.